നമസ്കാരം. പിണറായി സർക്കാർ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല എന്നല്ല, ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഇത്രയധികം വികസന പദ്ധതി നടപ്പിലാക്കിയിട്ടും ഈ പിണറായി സർക്കാർ ഇനി ഇവിടെ അധികാരത്തിൽ വരരുത് എന്നാണ് കേരളത്തിലെ വലിയൊരു വിഭാഗം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഞാനതിന്റെ കാരണങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർ ഈ വീഡിയോയ്ക്ക് താഴെ തെറി വിളിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ തെറി വിളിക്കുമ്പോഴും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ നേതാക്കളെ, നിങ്ങളുടെ പാർട്ടിയെ നിങ്ങൾ തിരുത്തണം. കാരണം നിങ്ങളുടെ പാർട്ടിയുടെ ആവശ്യമാണ്. CPM അവിടെ നിന്ന് എടുത്തു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലെ വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ട്, അവരും ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രതിപക്ഷം ഇവിടെ വേണ്ടേ? പ്രതിപക്ഷത്തെ CPM ഇരിക്കുമ്പോഴാണ് ഇവിടെ ഏറ്റവും മികച്ച ഭരണം നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഭരണത്തിൽ മര്യാദയ്ക്ക് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷമായിട്ടെങ്കിലും CPM ഇവിടെ വേണം എന്ന് ആഗ്രഹിക്കുന്നു, നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടും കൂടിയാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. ഷെയർ ചെയ്യണം. കാരണം ഇത് അധികം ആൾക്കാർ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് കാണുന്നവർ, മുഴുവൻ ഈ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അടിയന്തരമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു വെക്കുകയാണ്. പ്രധാനമായിട്ടും പോലീസിംഗ് ആണ്. ഇവിടുത്തെ പോലീസിങ്ങിനെ കുറിച്ചാണ് വെക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഈ 3.5 കോടി ജനങ്ങൾക്ക് ഇന്ന് തീർത്തും വിശ്വാസയോഗ്യമല്ലാത്ത ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു പോലീസ് സ്റ്റേഷൻ. അതുപോലെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ. ഈ രണ്ട് സംവിധാനങ്ങളെയും വിശ്വാസമില്ല. സർക്കാർ സംവിധാനത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സർക്കാർ സംവിധാനത്തെയും സർക്കാരിന് കീഴിലെ നിയമ സംവിധാനങ്ങളെയും യാതൊരു വിശ്വാസമില്ലാത്ത അവസ്ഥ എത്തിയേക്കാണ്. പിന്നെ ഒരല്പം ആശ്വാസമുള്ളത് കോടതിയിലാണ്. ഈ ഒരു സാഹചര്യം മുതലാക്കിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ചില അരാജകത്വങ്ങൾ നടമാടി വരുന്നുണ്ട്. അത് ഞാൻ വളരെ വിശദമായി ഇതിനകത്ത് സംസാരിക്കാം. അവസാനം സംഭവിച്ച കാര്യം തന്നെ നമുക്ക് ആദ്യം പറയാം. മന്ത്രി വീണ ജോർജ് കൊടുത്തിട്ടുള്ള കള്ളക്കേസ് അത് കള്ളക്കേസാണെന്ന് മന്ത്രിക്കും അറിയാം. കാരണം മന്ത്രിയുടെ ദേഹത്ത് ഈ KSUവിന്റെ പ്രവർത്തകർ സ്പർശിച്ചിട്ടില്ല. അവർ വടികൊണ്ടോ തടികൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ മാരകായുധങ്ങൾ കൊണ്ടോ മർദ്ദിച്ചിട്ടില്ല. അതുപോലെ അങ്ങനെ യാതൊന്നും അദ്ദേഹത്തിന്റെ അടുത്ത് പോലും ചെന്നിട്ടില്ല എന്ന് മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും മന്ത്രിക്കറിയാം. മന്ത്രിയെ വലയം ചെയ്ത് നിന്നത് പോലീസുകാരാണെന്നും ആ പോലീസുകാർ മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പിടിവലിയിലാണ് അവരുടെ കഴുത്ത് വീണ് വിളകിയതെന്നും ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും മന്ത്രിക്കറിയാം. അതുപോലെ മന്ത്രിക്ക് മറ്റൊന്നു കൂടി അറിയാം. തന്നെ ആരും മർദ്ദിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളോ ഇനി അതല്ലെങ്കിൽ അവിടുത്തെ മറ്റ് ആൾക്കാരുടെ ക്യാമറ ദൃശ്യങ്ങളോ ഒക്കെ ഇതേത് പരിശോധിച്ചു കഴിഞ്ഞാലും അത്തരത്തിൽ മന്ത്രിയെ ആക്രമിക്കുന്നതായിട്ടൊരു ദൃശ്യം കിട്ടില്ല എന്ന് മന്ത്രിക്കറിയാം. ഇതറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് മന്ത്രി അവളെ കൊല്ലട എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് വന്നു, കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കുറ്റം ചുമത്തി കേസെടുക്കാൻ പറഞ്ഞത്? മന്ത്രിക്കറിയാമല്ലോ. മറ്റാർക്കറിയില്ല എന്നുണ്ടെങ്കിൽ മന്ത്രിക്ക് അറിയാമല്ലോ. അവിടെ ദൃശ്യങ്ങളൊന്നും ലഭ്യമാകില്ലായിരുന്നു. ഈ സംഭവമേ നടന്നിട്ടില്ല. അവിടെ കറുത്ത തുണി ഉയർത്തിക്കൊണ്ട് 5 KSUവിന്റെ പ്രവർത്തകർ വന്നിട്ടേ ഉള്ളൂ. അവർ മുദ്രാവാക്യം വിളിച്ചിരുന്നു. അവരെ അപ്പോൾ തന്നെ പോലീസുകാർ തൂക്കിയെടുത്ത് മാറ്റം ചെയ്തു. ഇത്രയും കാര്യങ്ങൾ മാത്രമേ അവിടുത്തെ ദൃശ്യങ്ങളിൽ കാണൂ എന്ന് മന്ത്രിക്ക് അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഇക്കാലത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭരണകർത്താക്കൾ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടുത്തെ CPM, ഈ CPM നേതൃത്വം നമുക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾ ഞങ്ങളോട് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ അന്യായമായി തടവിലിടും. അതുകൊണ്ട് മര്യാദയ്ക്ക് മിണ്ടാതെ വായുമ്പോത്ത് നിന്നോ എന്നാണ്. അതായത് അടിമയായി നിന്നോ, ഇല്ലെങ്കിൽ നീ വിവരം അറിയും എന്നാണ് പറയുന്നത്. ഇന്നലെ നടന്ന മറ്റൊരു സംഭവം എടുത്ത് നോക്കൂ. 2-3 ചെറുപ്പക്കാർ ഒരു പോലീസ് ജീപ്പിൽ വട്ടമിട്ട് ഇറങ്ങി അതിലുള്ള പോലീസുകാരെ SI അടക്കം പച്ചത്തെറി വിളിക്കുന്നു. ഇറങ്ങി വാട, അത് ഇത്, പിന്നെ മാപ്പൂ ഉള്ള വാക്കുകൾ, കുറെ വാക്കുകൾ ചേർത്തിട്ട് ഇറങ്ങി ആ രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു. ഇവർക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടുന്നത്? അതായത് ഇവിടെ CPM എന്ന് പറയുന്ന പാർട്ടി, അവരുടെ അനുഭാവി, അവർ മാത്രം മതി. മറ്റുള്ളവരെല്ലാം മോശക്കാർ, മറ്റുള്ളവരെല്ലാം ചാകേണ്ടവർ, മറ്റുള്ളവരെല്ലാം ആക്രമിക്കപ്പെടേണ്ടവർ, മറ്റുള്ളവരെല്ലാം എന്ന് പറഞ്ഞാൽ ആ നിലയിലേക്കാണ് അവർ കാണുന്നത്. അത്തരത്തിൽ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നത്, ബാക്കിയുള്ള സമൂഹത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്നത് അപകടമല്ലേ? ഇവിടെ അന്യായമായി തടവിലാക്കപ്പെടുകയല്ലേ പലരും? പോലീസിനെ കൊണ്ട് കള്ളക്കേസ് എടുപ്പിക്കുകയല്ലേ? അങ്ങനെ കള്ളക്കേസ് എടുപ്പിക്കുമ്പോൾ ഈ പോലീസിനെ ജനങ്ങൾ വിശ്വസിക്കുമോ? ഈ ജനങ്ങളെല്ലാം കൂടി പോലീസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? ഇപ്പോ DYFIക്കാരും CPMകാരും മാത്രമേ അവരുടെ അധികാരത്തിന്റെ തിണ്ടു പവറിൽ കയറി അടിക്കുള്ളൂ. നാളെ സർക്കാർ മാറി വന്നാൽ അവരടിക്കില്ല, പകരം മറ്റുള്ളവരെ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? പോലീസ് എന്ന് പറഞ്ഞാൽ എന്തിനാ? ഇവിടുത്തെ ജനങ്ങളുടെ സമാധാനപൂർവ്വം ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ? അതിനെ സ്വാധീനിക്കാൻ പാടുണ്ടോ? അതിനെ ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കേസ് എടുത്ത് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ പാടുണ്ടോ? അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാർക്ക് അറിയാം ഇത് കള്ളക്കേസാണ് എന്ന്. എന്നാലും അവർ കസ്റ്റഡിയിൽ എടുക്കും. എന്നിട്ട് അതിന്റെ FIRലും അറസ്റ്റ് മെമ്മോയിലും അതുപോലെ റിമാൻഡ് റിപ്പോർട്ടിലും ഒക്കെ നീട്ടി എഴുതും. എല്ലാ കാര്യങ്ങളും നീട്ടി എഴുതിയിട്ട് വിശദമായി ഇവർ കുറ്റം ചെയ്തു എന്ന രീതിയിൽ ഒരു റിപ്പോർട്ടും കോടതിയിലേക്ക് കൊടുക്കും.
അതിനാവശ്യമായ കുറച്ച് തെളിവുകളൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും പോലീസിനെ. ഇതെല്ലാം എടുത്തു വെച്ച് നോക്കിയിട്ട് പ്രഥമ ദൃഷ്ട്യാ ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടും, അതായത് റിമാൻഡ് ചെയ്യും. ആ റിമാൻഡ് കാലയളവ് അയാൾക്കൊരു തടവറയാണ് എന്ന് ഇവർക്ക് അറിയാഞ്ഞിട്ടാണോ, നിരപരാധിയെയാണ് ജയിലിലേക്ക് വിടുന്നത് എന്ന് പോലീസുകാർക്ക് അറിയാഞ്ഞിട്ടാണോ? അല്ല, ഇതൊരു പ്രശ്നമല്ല, ഇതൊരു വിഷയമായിട്ട് എന്താ തോന്നാത്തത്? രാഷ്ട്രീയ പ്രതിയോഗികളായാലും മറ്റുള്ളവരായാലും ആരായാലും തങ്ങൾക്ക് യോജിക്കാത്ത ആൾക്കെതിരെ കള്ളക്കേസ് വരുമ്പോൾ അത് കള്ളക്കേസാണ്, കേസെടുക്കാൻ പറ്റില്ല എന്ന് പോലീസിന് നിലപാടെടുക്കാൻ പറ്റാത്ത എന്താണ്? നീതിയുക്തമായി ഇവിടുത്തെ പോലീസ് സേനയ്ക്ക് പെരുമാറാൻ പറ്റുമോ? ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ ജയിലിലടക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇവിടെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അയാൾ കുറ്റക്കാരനല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അയാളെ കൈകാര്യം ചെയ്ത രീതി, രാഹുൽ ഈശ്വർ ചെയ്തത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അയാളെ കൈകാര്യം ചെയ്ത രീതി, അങ്ങനെ ധാരാളം കേസുകൾ മറ്റു പലരുടെ എല്ലാ പേരിൽ കേസെടുക്കുന്നു, അവരെയൊക്കെ പിടിച്ച് ജയിലിലിടുന്നു. കുറെ കഴിയുമ്പോൾ കോടതിക്ക് മനസ്സിലാവും ഈ കേസ് നിലനിൽക്കില്ല, കേസ് കള്ളക്കേസാണ്, അല്ലെങ്കിൽ തെളിവില്ല, കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെ കോടതി കണ്ടെത്തിയിട്ട് വെറുതെ വിടും. അവിടെ നീതി നടപ്പിലായി എന്നും പറയും. പക്ഷെ അതുവരെ ഇത് കള്ളക്കേസാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുന്നതും ജയിലിലാക്കുന്നതുമെല്ലാം, അതായത് നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനം നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു. കള്ളപ്പരാതി കൊടുപ്പിക്കുന്നു, കേസെടുപ്പിക്കുന്നു, കള്ളത്തെളിവ് ഉണ്ടാക്കുന്നു, അവരെ ജയിലിലടയ്ക്കുന്നു. മറുഭാഗത്ത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ അടിച്ചു നിരത്തുന്നു. അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായാലും പോലീസ് ഉദ്യോഗസ്ഥരായാലും ആരായാലും അവരെ നശിപ്പിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നു. അതിനുവേണ്ടി അണികളെ കച്ചകെട്ടി ഇറക്കുന്നു. അത് തന്നെയല്ലേ ഇന്നലെ കണ്ടത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന് പറ്റിയതാണോ? നമ്മുടെ രാജ്യത്തിന് പറ്റിയതാണോ? നമുക്കിഷ്ടമല്ലാത്ത ആൾക്കാരെ മുഴുവൻ കള്ളക്കേസിൽ ജയിലിലടയ്ക്കുക എന്നുള്ളത്? കോടതി നീതി തരും, ഉറപ്പാണ് കോടതി നീതി തരും എന്നുള്ളത്. എല്ലാം എഴുകേറി പരിശോധിച്ച് നിയമപുസ്തകം നന്നായിട്ട് നോക്കി മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഇതിനിടയിലും ചില നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നില്ലേ? അങ്ങനെ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി പോക്സോ കേസ് കൊടുത്തിട്ടില്ലേ പലരുടെ പേരിൽ? ഒരുപാട് രാഷ്ട്രീയ പ്രതിനിധികൾക്ക് അത്തരത്തിൽ പോക്സോ കേസ് എടുത്ത് വെച്ച് കൊടുത്തിട്ടില്ലേ? പാലത്തായിയിലെ പപ്പൻ അത്തരത്തിലൊരു കേസിന്റെ ഇരയല്ലേ? അതിന്റെ സത്യാവസ്ഥ രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ നമ്മൾ എതിർക്കുമായിരിക്കും. പപ്പൻ ജയിലിൽ കിടക്കട്ടെ എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ആ കേസ് വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ഒരാൾക്ക് ആ കേസിന്റെ വസ്തുത മനസ്സിലാവില്ലേ? ഞാൻ എന്റെ ചാനലിലൂടെ അത്തരത്തിൽ എത്ര കേസുകൾ പുറത്തു പറഞ്ഞിട്ടുണ്ട്, എത്ര ആൾക്കാരുടെ തെറി കേട്ടിട്ടുണ്ട്. അതിനുവേണ്ടി ജയിലിൽ പോലും കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് കോടതിക്കകത്ത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ലേ? അങ്ങനെ ബോധ്യപ്പെട്ടിട്ട് അത്തരത്തിൽ സംഭവമേ നടന്നിട്ടില്ല എന്ന് മനസ്സിലായിട്ട് കേസുകൾ വെറുതെ വിട്ടിട്ടില്ലേ? പക്ഷെ അപ്പോഴും അത്രയും ദിവസം ഒരു പോക്സോ കേസ് പ്രതിയായി ജയിലിൽ കിടന്ന് ആ സമൂഹവും വെറുത്ത്, നാടും വെറുത്ത്, ഉള്ള തൊഴിലും പോയി, കുടുംബവും വെറുത്ത്, ജീവിതം തന്നെ നശിച്ച് നാരായണക്കലകൾ ഇളകിയായി എത്ര ആൾക്കാരുണ്ട്. അത്തരത്തിലാണോ നീതി നിർവഹണം നടപ്പിലാക്കേണ്ടത് ഒരു സർക്കാർ എന്ന് പറയുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന ഒരു സർക്കാർ ഈ നിലയിലല്ല പെരുമാറേണ്ടത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ ജീവിതത്തിനും സുരക്ഷിതത്വം പകരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് സർക്കാരിനെ ആയാലും അധികാരത്തിലേറ്റുന്നത്. അല്ലാതെ അവരുടെ പാർട്ടി മാത്രം മതി, അവരുടെ പാർട്ടി അണികൾ മാത്രം മതി, നീതിയും നിയമവും എന്ത് തന്നെയായാലും അവർക്ക് വേണ്ടിയിട്ട് മതി, സ്വന്തം പാർട്ടിക്കാർ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ആരെ കൊന്നു കഴിഞ്ഞാലും അവരെ സംരക്ഷിച്ച് ഞങ്ങൾ നിർത്തും, ബാക്കിയുള്ളവർ ആരെങ്കിലും അതിന് ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്യുന്നവരെ ഞങ്ങൾ കള്ളക്കേസിൽ അകത്താക്കും എന്ന നിലയിൽ ഇപ്പോ വീണ ജോർജ് കണ്ണൂരിൽ കാണിച്ചതുപോലെയുള്ള നടപടികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സർക്കാർ കൊണ്ട് എന്താണ് ഗുണം? എന്തെങ്കിലും ഗുണമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈ സർക്കാർ കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ ഇവിടെ ഭരിച്ചിട്ടുണ്ടെങ്കിലും അതിനു മുമ്പത്തെ സർക്കാരുകൾ ഇവിടെ, ഇടതു വലത് സർക്കാരുകൾ ഇവിടെ ഇതുവരെ ഭരിച്ചു കൊണ്ടുവന്നിട്ടുള്ള വികസന പദ്ധതികളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ കുറച്ചൊക്കെ കട്ടായാലും മോഷ്ടിച്ചാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. കക്കാനും മോഷ്ടിക്കാനൊന്നും ആരും മോശക്കാരൊന്നുമല്ല. എല്ലാവരും അവസരം കിട്ടിക്കഴിഞ്ഞാൽ കക്ക മുക്കം ചെയ്യുന്നവരെ പങ്കുവെക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ടാണ് മറുഭാഗം അത് മിണ്ടാത്തത്. അതുകൊണ്ട് അവരെ അങ്ങ് പൊക്കി പറയണമെന്ന് കരുതൊന്നും വേണ്ട. പക്ഷെ എന്നിരുന്നാലും ഇവിടെ കുറച്ച് വികസന പ്രവർത്തനം നടത്തിയിട്ടും ഈ സർക്കാർ അധികാരത്തിൽ ഇനി വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു നീതി സംവിധാനം സത്യസന്ധമായി എല്ലാവർക്കും നടപ്പിലാകില്ല, നീതിയും നിയമവും എല്ലാവർക്കും തുല്യമായി ലഭ്യമാകില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടല്ലേ. Different angles. Don't forget to subscribe and support this channel.